ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം സപ്തദശ സർഗ രാക്ഷസീ ദർശനം. തത് ഉമുദഷണ്ടാംബോ നിർമ്മലോ നിർമ്മലം സ്വയം പ്രജഗാമാ നഭശ്ചന്ദ്രോ ഹംസോ നീലമിവോദകം. അപ്പോൾ ആമ്പൽ പൂക്കളുടെ ശോഭയോടുകൂടിയ നിർമ്മലനായ ചന്ദ്രൻ നീലജലത്തിൽ ഹംസം എന്ന പോലെ ശുഭ്രമായ ആകാശത്തിൽ ഉയർന്നു. സാജീവ്യമിവ കുർവൻ സാ പ്രഭയാ നിർമ്മല പ്രഭ ചന്ദ്രമാരശ്മിഭിഷീദേ ദിശേവേ പവനാത്മജം. നിർമ്മലപ്രഭനായ ആ ചന്ദ്രൻ തൻ്റെ പ്രകാശത്താൽ സഹായം ചെയ്യുന്നവനെ പോലെ കുളിർനിലാവിനാൽ ഹനുമാനെ സേവിച്ചു. സ ദദർശ തദസീതാം പൂർണ്ണചന്ദ്രനിപാനനാം ശോകഭാരേരിവന്യസ്താം ഭാരേ നാമമിവാംബസി. കടലിൽ ഭാരം കയറ്റിയ കപ്പലെന്ന പോലെ താങ്ങാൻ കഴിയാത്ത ദുഃഖഭാരത്താൽ വിഷമിക്കുന്ന പൂർണ്ണ ചന്ദ്രമുഖിയായ സീതയെ ഹനുമാൻ കണ്ടു. തൻ്റെ പ്രയാസം കൊണ്ട് ആ ദുഃഖം ഇറക്കി വയ്ക്കാൻ കഴിയില്ലെന്ന് വന്നാൽ പിന്നെ വിധിയെ പിന്തുടരുകയേ വഴിയുള്ളൂ. ഭാരം താങ്ങാവുന്നതിൽ കവിഞ്ഞാൽ കപ്പൽ കടലിൽ താണു മുങ്ങിപ്പോകും, മറ്റു വഴിയില്ല. അതാണ് സീതയുടെ അവസ്ഥ. ദദക്ഷമാണോ വൈദേഹിം ഹനുമാൻ മാരുതാത്മജ സ ദദർശ വിദൂരസ്ഥ രാക്ഷസീർഘോരദർശന ഏകാക്ഷിം ഏകകർണാം ജ കർണപ്രാഭരണാം തഥാ അകർണാം ശംഖുകർണാം ജ മസ്തകോച്ഛ്വാസനാസികാം അധികായോത്തമാംഗീം ച തനുദീർഘശിരോധരാം ധ്വസ്തകേശിം തഥാ കേശിം കേശകം ഫലധാരിണീം ലംബകർണലലാടാം ജ ലംബോദരപയോധരാം ലംബോഷ്ഠിം ചുബുഗോഷ്ഠിം ജ ലംബാസ്യാം ലംബജാനുഗാം ഹ്രസ്വദീർഘാം തഥാ കുബ്ജാം വികടാം വാമനാം തഥാ കരാളാം ദുഗ്നവക്ത്രാം ജ പിംഗാക്ഷിം പ്രകൃതാനനാം. വായുപുത്രൻ വൈദേഹിയെ വീക്ഷിക്കുന്നതിനിടയിൽ ആകൃതിയിലും പ്രകൃതിയിലും വൈകൃതമുള്ള അനവധി രാക്ഷസികളെ കണ്ടു. ഒറ്റക്കണ്ണി, ഒറ്റക്കാതി, കാതില്ലാത്തവൾ, കുറ്റിക്കാതി, തലയിൽ മൂക്കുള്ളവൾ, വലിയ തലയും ദേഹവുമുള്ളവൾ, മെലിഞ്ഞ് നീണ്ട കഴുത്തുള്ളവൾ, കുറ്റിത്തലമുടിക്കാരി, മുടിയില്ലാത്തവൾ, തൂങ്ങിയ ചെവിയും നെറ്റിയും വയറും, സ്തനങ്ങളും ചുണ്ടുകളും മുഖങ്ങളും കാൽമുട്ടുകളും ഉള്ളവർ, താടി തന്നെ ചുണ്ടായിട്ടുള്ളവർ, ഉയരമില്ലാതെ തടിച്ചവർ, ഊനികൾ, തടിച്ചവർ, പുള്ളികൾ, അംഗവൈകല്യം ബാധിച്ചവർ, കോണവായികൾ, വികൃതമുഖികൾ, ഇങ്ങനെയുള്ള പലരും സുന്ദരിയായ സീതയുടെ സമീപം ഇരുന്നിരുന്നത് കണ്ടു. വികൃത പിങ്കളാ കാളി ക്രോധന കലഹപ്രിയ കലായ സമഹാശൂല കൂടമുൽഗരധാരിണി വരാഹ മൃഗശാർദൂല മൈഷാജ ശിവാമുഖി ഗജോഷ്ട്രഹയവാദിശ്ച നികാധ ശിരസോപരാഹ ഏകഹസ്തൈകപാദശ്ച കരകർണ്യാശ്വകർണികാഃ ഗോകർണിർഹസ്തികർണിശ്ച ഹരികർണിസ്തദാ പരാ അനാസ അതിനാസാശ്ച തിര്യഗ്നാസാ വിനാസിക ഗജസന്നിവനാസാശ്ച ലലാടോച്ഛാസനാസിക അസ്ഥിപാദ മഹാപാദ ഗോപാദ പാദചൂഡിക അതിമാത്ര ശിരോഗ്രീവ അതിമാത്ര കുജോദരി അതിമാത്രാസ്യ നേത്രാസ്യ ദീർഘജിഹ്വാ നഖസ്തദാ അജാമുഖീർ അസ്ഥിമുഖീർ ഭൂമുഖീ സൂകരീമുഖി അയോഷ്ട്രകരവക്ത്രാശ്ച രാക്ഷസീർഘോരദർശനാഃ ശൂലമുൽഗരഹസ്താശ്ച ക്രോധനാ കലഹപ്രിയാ കരാളാധൂമ്രകേശീശ്ച രാക്ഷസീർവിഗധാനനാ പിബന്തി സതതം പാനം സദാ മാംസസുരാപ്രിയ മാംസചോണിതദിഗ്ധാംഗീർമാംസചോണിതഭോജനാഃ ദദർശ കപിശ്രേഷ്ഠോ രോമഹർഷണദർശന സ്കന്ദവന്തമുപാസീന പരിവാര്യ വനസ്പതിം. വികൃതരൂപിണികൾ, മഞ്ഞ, കറുപ്പ് എന്നീ നിറമുള്ളവർ, കോപിഷ്ഠകൾ, ചണ്ടക്കാരികൾ, പലതരം ആയുധങ്ങൾ ധരിച്ചവർ, പന്നി, പുലി, പോത്ത്, ആട്, കുറുക്കൻ എന്നിവയുടെ മുഖങ്ങളും ആന, ഒട്ടകം, കുതിര എന്നിവയുടെ കാലുകളുമുള്ളവർ, ദേഹത്തിൽ തന്നെ തലയുള്ളവർ, ഒറ്റകയ്യന്മാർ, ഒറ്റക്കാലന്മാർ, കഴുത, നായ, പശു, ആന, സിംഹം എന്നിവയുടെ ചെവിയുള്ളവർ,
മൂക്കില്ലാത്തവർ, പെരുമൂക്കികൾ, പെരുക്കാലികൾ, പൈക്കാലികൾ, ആനക്കാലികൾ, പലതരം തേറ്റകളുള്ളവർ, പെരും മുലയും പെരും കണ്ണും പെരും വയറുമുള്ളവർ, നീണ്ട നാക്കുള്ളവർ, സദാ മദ്യം മോന്തുന്നവർ, ഇങ്ങനെ ഭയങ്കര രൂപികളായ നിരവധി രാക്ഷസികളെ ഹനുമാൻ കണ്ടു. ചിലർ മാംസവും ചോരയും ശരീരത്തിൽ തേച്ചിരുന്നു, ചിലര് അവ ഭക്ഷിച്ചിരുന്നു. സീതയെ ഭയപ്പെടുത്തുന്നവരായിരുന്നു ഇവരെല്ലാം. തസ്യാതശ്ചാശ്ചതാം ദേവീം രാജപുത്രീം അനിന്ദിതാം രക്ഷയാമാസ ലക്ഷ്മീവാൻ ഹനുമാൻ ജനകാത്മജാം നിഷ്പ്രഭാം ശോകസന്തപ്താം മലസങ്കുലമൂർധജാം ക്ഷീണപുണ്യാം ച്യുതാം ഭൂമോ താരാം നിപതിതാമിവ ചാരിത്രവ്യപദേശാഢ്യാം ഭർതൃദർശന ദുർഗതാം ഭൂഷണേരുത്തമേർഹീനാം ഭർതൃവാത്സല്യദൂഷണാം രാക്ഷസാദിവസംരുദ്ധാം ബന്ധുഭിശ്ചാവിനാകൃതാം വിയൂതാം സിംഹസംരുദ്ധാം ബദ്ധാം ഗജവധൂമിവ ചന്ദ്രരേഖാം പയോദാന്തേ ശാരദാ പ്രേരിവാവൃതാം ക്ലിഷ്ടരൂപാം അസംസ്പർശാത് അയുക്താമിവ വല്ലകീം സീതാം ഭർതൃവശേ യുക്താം അയുക്താം രാക്ഷസീവശേ അശോകവനികാമധ്യേ ശോകസാഗരമാപ്ലുതാം. അശോകവൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയുടെ രൂപഭാവങ്ങളാണ് ഈ പദ്യങ്ങളിൽ അലങ്കാര ഭംഗിയോട് കൂടിയിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ചുറ്റുമിരിക്കുന്ന രാക്ഷസികളുടെ ഭീഷണ രൂപവും ലക്ഷ്മി ദേവി തന്നെയായ സീതയുടെ ദുഃഖാവൃതമെങ്കിലും ദിവ്യമായ രൂപവും ഹനുമാൻ കാണുന്നു. ഐശ്വര്യവാനായ ഹനുമാൻ നിർദോഷയും രാജപുത്രിയും ജനകാത്മജയുമായ സീതാദേവിയെ രാക്ഷസി മധ്യത്തിൽ കണ്ടു. പുണ്യം ക്ഷയിച്ച് ദ്യോവിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രം പോലെ കൂട്ടം പിരിഞ്ഞ് സിംഹത്തിൻ്റെ പിടിയിൽപ്പെട്ട ശേഷം തളയ്ക്കപ്പെട്ട പിടിയാനയെപ്പോലെ വർഷാവസാനത്തിൽ ശരക്കാല മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രക്കല പോലെ കമ്പികെട്ടാത്ത വീണയെപ്പോലെ ചലിപറ്റി പാറിപ്പറക്കുന്ന മുടിയോടും തേജസ്സില്ലാത്ത രൂപത്തോടും പാതിവൃത്യത്തിൻ്റെ മഹിമയോടും കൂടിയ സീതാദേവി അശോകവനികയുടെ മധ്യത്തിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതായി ഹനുമാൻ കണ്ടു. ആഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ലെങ്കിലും പതിഭക്തി അവൾക്ക് ഭൂഷണമായിരുന്നു. ബന്ധുക്കളിൽ നിന്ന് വേർപിരിക്കപ്പെട്ട ദേവി ഭർതൃവശത്തിൽ ഇരിക്കേണ്ടതും രാക്ഷസ വംശത്തിൽ ഇരിക്കാൻ കഴിയാത്തവളും ശോകസമുദ്രത്തിൽ ആണ്ടിരിക്കുന്നവളും ആയിരുന്നു. ഓരോ ഉപമയും സീതയ്ക്ക് ദുഃഖത്തിൽ നിന്നും മോചനം എടുത്തിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. താപി പരിവൃതാം തത്ര സഗ്രഹാമിവരോഹിണിം ദദർശ ഹനുമാൻ ദേവീം ലതാം കുസുമിതാമിവ. രാക്ഷസികളാൽ ചൂഴപ്പെട്ട് പൂവണഞ്ഞ ലതയെപ്പോലെ ഇരിക്കുന്ന ദേവി ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട രോഹിണി നക്ഷത്രം പോലെ സ്ഥിതി ചെയ്യുന്നത് ഹനുമാൻ കണ്ടു. സ മലേന ജദിഗ്ധാംഗീ വപുഷാ ചാപ്യലങ്കൃത മൃണാളി പങ്കദിഗ്ദേവ വിപാദീന വിപാദിജ. അവൾ നൈസർഗികമായ ലാവണ്യത്താൽ അലങ്കരിക്കപ്പെട്ടവളാണ് എങ്കിലും അഴുക്കു പിടിച്ചു മങ്ങിയ അംഗങ്ങളാൽ ചേർപുരണ്ട താമരവള്ളി പോലെ പ്രകാശിക്കാതെയും ഇരിക്കുന്നു. മലിനേനതു വസ്ത്രേണ പരിക്ലിഷ്ടേന ഭാമിനിം സംവൃതാ മൃഗശാപാഠ്യം ദദർശ ഹനുമാൻ കവി താം ദേവീം ദീനവദനാം അദീനാം ഭർതൃതേജസ രക്ഷിതാം സേനശീലേന സീതാം അസിതലോചനാം. അഴുക്കുപറ്റി ഉലഞ്ഞ ഒരേ വസ്ത്രം വളരെ കാലമായിട്ട് ധരിക്കുന്ന, വാടിയ മുഖത്തോടു കൂടിയ, ഭർത്താവിനെ ഓർത്ത് വാടാതിരിക്കുന്ന, അതായത് ഇപ്പോഴും ധൈര്യം അവലംബിച്ചിരിക്കുന്ന, ചാരിത്രത്താൽ സംരക്ഷിക്കപ്പെടുന്ന സുന്ദരിയും യുവതിയുമായ സീതാദേവിയെ ഇപ്രകാരമുള്ള അവസ്ഥയിൽ ഹനുമാൻ കണ്ടു. താം ദൃഷ്ട്വാ ഹനുമാൻ സീതാ മൃഗശാവനിവേക്ഷണാം മൃഗകന്യാമിവ ത്രസ്താം ഭിക്ഷമാണാം സമന്തത ദഹന്തീമിവ നിശ്വാസേ വൃക്ഷാൻ പല്ലവധാരിണഃ സംഘാതമിവ ശോകാനാം ദുഃഖസ്യോർമി വിബോധിതാം താം ക്ഷമാം സുവിഭക്താംഗീം വിനാഭരണശോഭിനിം പ്രഹർഷമതുലം ലേബേ മാരുതി പ്രേക്ഷ്യമൈഥിലിം. ഇളമാനിൻ്റേതുപോലുള്ള കണ്ണുകളോട് കൂടിയവളും പേടിച്ച മാൻപേടയെപ്പോലെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നവളുമായ ആ സ്ത്രീ താൻ തേടിക്കൊണ്ടിരിക്കുന്ന സീതയാണ് എന്നറിഞ്ഞ് ഹനുമാൻ തൻ്റെ ദൗത്യ ഫലപ്രാപ്തിയിൽ അളവറ്റ് സന്തോഷിച്ചു. തളിരണിഞ്ഞ് തഴച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെ നെടുവീർപ്പുകളാൽ ദഹിപ്പിക്കുന്ന പോലെയുള്ളവളും ദുഃഖപരമ്പര പോലെയും ദുഃഖത്തിൻ്റെ ഉയർന്നു വരുന്ന തിരമാല പോലെയുള്ളവളും നിരാഭരണ സുന്ദരിയും ക്ഷമാശീലയും ആയിരുന്നു ദേവി. ദുഃഖവും രോഷവും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹർഷജാനിജസോശ്രൂണി താം ദൃഷ്ട്വാ മതിരക്ഷണാം
മുമോജ ഹനുമാൻ തത്ര നമശ്ചക്രേ ജരാഘവം. ഹനുമാൻ വജ്രേക്ഷണയായ സീതയെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ഉടനെ ശ്രീരാമനെ നമസ്കരിച്ചു. നമസ്കൃത്വാ സരാമായ ലക്ഷ്മണായ ജവീര്യവാൻ സീതാദർശനതം ഹൃഷ്ടോ ഹനുമാൻ സംവൃതോഭവത്. വീരനായ അദ്ദേഹം സീതാദർശനത്താൽ ആനന്ദത്തിൽ മുഴുകി രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ചു വൃക്ഷപത്രങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നു. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ സപ്തദശ സർഗഃ. 17ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇനി രാവണൻ്റെ വരവ് എന്ന 18ാമത്തെ സർഗം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം.